എപ്പിസോഡ് 21 ക്ലാസിക്കൽ ശാസ്ത്ര ദർശനം. എന്താണ് രീതിശാസ്ത്രം? എപ്രകാരമാണ് അറിവുണ്ടാകുന്നത്? ക്ലാസിക്കൽ ശാസ്ത്രത്തെയും പ്രത്യേകമായി ക്ലാസിക്കൽ ഫിസിക്സിനെയും 8ാമത്തെ വീഡിയോയിൽ നാം പരിചയപ്പെടുത്തിയല്ലോ. അതിന് അടിസ്ഥാനമായി വർത്തിക്കുന്ന കാര്യങ്ങൾ 4ാമത്തെയും 5ാമത്തെയും വീഡിയോകളിൽ അവതരിപ്പിച്ചതുകൂടി ഇവിടെ പരിഗണിക്കണം. അങ്ങനെ നാം സൂചിപ്പിച്ച പ്രധാന ശാസ്ത്രീയ സമസ്യകളെ ഫിലോസഫിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യുകയാണ് ഇനി നാം ചെയ്യുന്നത്. ഈ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ശാസ്ത്രദർശനം, അതായത് ഫിലോസഫി ഓഫ് സയൻസ് എന്ന സവിശേഷമായ തത്വചിന്താ പദ്ധതിയുടെ ആദ്യഘട്ടം, അതായത് ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ ദർശനം, ഈ വീഡിയോയിൽ ലളിതമായി അവതരിപ്പിക്കുന്നു. ഇവിടെ ആദ്യമായി ക്ലാസിക്കൽ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ് എന്നീ വിഷയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വെളിവാക്കേണ്ടതുണ്ട്. നമുക്ക് നേരിട്ടും ഉപകരണങ്ങളുടെ സഹായത്താലും കാണാൻ സാധിക്കുന്ന വസ്തുക്കളുടെ മൊത്തതയാണ് പ്രകൃതി, അതായത് നേച്ചർ. അതിലുള്ള ദൃശ്യവസ്തുക്കളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവയെ അചേതന വസ്തുക്കൾ, ജീവനുള്ള വസ്തുക്കൾ അഥവാ ജീവികൾ എന്നീ 2 സംഘങ്ങളായി വിഭജിക്കുന്നു. ജീവികളിലുള്ള ജീവനെ കണക്കാക്കാതെ ശരീരം മാത്രം പരിഗണിക്കുമ്പോൾ അവയെല്ലാം അചേതന വസ്തുക്കളാണെന്ന് പറയാം. അപ്രകാരമുള്ള അചേതന വസ്തുക്കൾക്ക് 2 വിഭാഗങ്ങളുണ്ട്: സ്ഥൂല വസ്തുക്കൾ, ഊർജം എന്നിവ. നാം കാണുന്ന ത്രിമാനങ്ങൾ ഉള്ള സ്ഥൂല വസ്തുക്കൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ദ്രവ്യം, മാറ്റർ കൊണ്ടാണ്. സ്ഥൂല വസ്തുക്കൾക്ക് പൊതുവായി ഉണ്ടെന്ന് നാം സങ്കല്പിക്കുന്ന നിർമ്മാണ വസ്തുവാണ് ദ്രവ്യം. അതിൻ്റെ യൂണിറ്റാണ് ആറ്റം അഥവാ അണു. ഒരു വീടിൻ്റെ കാര്യത്തിൽ ഇഷ്ടികയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് പോലെയാണിത്. ഇവിടെ ആറ്റം എന്നത് ദൃശ്യവസ്തുവാണെന്ന് കണക്കാക്കുന്നു. ആറ്റങ്ങളാൽ നിർമ്മിതമായ വസ്തുക്കളും ഊർജവും ചേർന്ന സഞ്ചയത്തെ ആണവലോകം എന്ന് വിളിക്കാം. ആണവലോകത്തിലെ സ്ഥൂല വസ്തുക്കൾ ചലിക്കുന്നതിനും രാസപ്രവർത്തനത്തിനും ഊർജം, എനർജി ആവശ്യമാണ്. എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കഴിവ് എന്നാണ് ഊർജത്തിൻ്റെ നിർവചനം. ഏതെങ്കിലും പ്രവർത്തനത്തിൻ്റെ അളവാണ് ഊർജം എന്നും പറയാം. അതിനാൽ ഊർജം എന്നത് ത്രിമാനങ്ങളുള്ള വസ്തുവല്ല. പ്രകാശം, ശബ്ദം, ചൂട് മുതലായവ ഊർജത്തിന് ഉദാഹരണങ്ങളാണ്. ആണവലോകത്തെപ്പറ്റി പഠിക്കുന്ന അടിസ്ഥാന ശാസ്ത്രമാണ് ക്ലാസിക്കൽ ഫിസിക്സ്. അടുത്തതായി ആറ്റത്തിൻ്റെ ഘടകങ്ങൾ ഉൾപ്പെടുന്ന താഴ്ന്ന തലമാണ് ഉപ ആണവലോകം. ക്വാണ്ടം ഫിസിക്സ് എന്ന ആധുനിക ശാസ്ത്രം ഈ മേഖലയെപ്പറ്റി പഠിക്കുന്നു. ഇനി അചേതന വസ്തുക്കളുടെ 2 തലങ്ങളായ ആണവലോകവും ഉപ ആണവലോകവും കൂട്ടിച്ചേർക്കുക. ഈ മൊത്തതയെ ഭൗതിക ലോകമെന്ന് വിളിക്കുന്നു. അതിൽപ്പെടുന്ന ഓരോ വസ്തുവും ഭൗതികമാണ്. ആറ്റവും ഉപ ആണവ കണികയും ഊർജവും ഒക്കെ ഭൗതിക വസ്തുക്കളാണ് എന്നർത്ഥം. ഒരു കാര്യം പ്രത്യേകമായി ഓർമ്മയിൽ സൂക്ഷിക്കാം: ആണവലോകം എന്ന ഉയർന്ന തലത്തിൽ മാത്രമേ ദ്രവ്യത്തെയും ഊർജത്തെയും വേറിട്ട് 2ആയി കാണാൻ സാധിക്കുകയുള്ളൂ. ക്ലാസിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ച തത്വചിന്ത, അതായത് ക്ലാസിക്കൽ ശാസ്ത്ര ദർശനം ആണല്ലോ നമ്മുടെ പ്രസംഗ വിഷയം. അതിന് പശ്ചാത്തലമായി നിൽക്കുന്ന തത്വങ്ങൾ മുൻ വീഡിയോകളിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ ചില പുതിയ കാര്യങ്ങൾ എടുത്തു പറയാം. ക്ലാസിക്കൽ ഫിസിക്സിൻ്റെ സുവർണകാലം 16 തൊട്ട് 19 വരെയുള്ള നൂറ്റാണ്ടുകളാണ്. ഈ കാലഘട്ടത്തിൽ കോപ്പർനിക്കസ്, ഗലീലിയോ, കെപ്ലർ, ഐസക് ന്യൂട്ടൻ എന്നീ മഹാശാസ്ത്രജ്ഞർ ആണവലോകത്തിന് ബാധകമായ ഏറ്റവും പ്രധാന ഭൗതിക നിയമങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ രൂപപ്പെട്ട പ്രപഞ്ചവീക്ഷണത്തെ യാന്ത്രിക ലോകവീക്ഷണം എന്ന് വിളിക്കുന്നു. അതനുസരിച്ച് സ്ഥിരവും നിശ്ചിതവുമായ ഭൗതിക നിയമങ്ങൾ അനുസരിച്ച് ചലിക്കുന്ന ഒരു യന്ത്രമാണ് ഈ ആണവലോകം. ഈ യന്ത്രത്തിൻ്റെ ഏറ്റവും മൗലികമായ 2 നിർമ്മാണ വസ്തുക്കൾ ദ്രവ്യവും ഊർജവും തന്നെ. മേൽപ്പറഞ്ഞ പ്രകാരം ക്ലാസിക്കൽ ഫിസിക്സിനെയും ക്വാണ്ടം ഫിസിക്സിനെയും വേർതിരിച്ച് കാണിക്കുന്ന ചിത്രം താഴെ കൊടുക്കുന്നു. ക്ലാസിക്കൽ ശാസ്ത്ര ദർശനത്തിൻ്റെ അഥവാ ഫിലോസഫി ഓഫ് ക്ലാസിക്കൽ സയൻസിൻ്റെ 2 മൗലികമായ ചോദ്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്നാമതായി, ശാസ്ത്ര നിയമങ്ങൾ ശരിയാണോ എന്ന് നിർണ്ണയിക്കാനുള്ള മാനദണ്ഡം എന്താണ്? രണ്ടാമതായി, നാം അറിയുന്ന ഭൗതിക വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നവ ആണെന്ന് പറയാനുള്ള ന്യായം എന്താണ്? ആദ്യത്തെ ചോദ്യം ജ്ഞാനസിദ്ധാന്തത്തിൻ്റെ പ്രധാന ഭാഗമാണ്.
രണ്ടാമത്തെ ചോദ്യം സത്താവിജ്ഞാനത്തിൻ്റെ മേഖലയിൽ വരുന്നു. എന്നാൽ സത്താവിജ്ഞാനവും നമ്മുടെ അറിവ് തന്നെയാണല്ലോ. അതിനാൽ ജ്ഞാനസിദ്ധാന്തവും സത്താവിജ്ഞാനവും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വസ്തുത കണക്കിലെടുത്തുകൊണ്ടാണ് ജ്ഞാനസിദ്ധാന്തത്തിന് രീതിശാസ്ത്രം, മെത്തഡോളജി, മനസ്സിൻ്റെ ദർശനം, സോഴ്സ്, ന്യായീകരണം, ജസ്റ്റിഫിക്കേഷൻ എന്നീ 3 ഘട്ടങ്ങളുണ്ടെന്ന് 16ാം വീഡിയോയിൽ പറഞ്ഞത്. രീതിശാസ്ത്രം ശാസ്ത്രീയ അറിവിൻ്റെ കാതലായ ഭാഗം കാര്യകാരണ ബന്ധങ്ങളാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ചില പ്രത്യേക കാര്യകാരണ ബന്ധങ്ങളെ ശാസ്ത്ര നിയമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശരിയായ ശാസ്ത്ര നിയമങ്ങൾ രൂപീകരിക്കുക? ഈ പ്രശ്നമാണ് രീതിശാസ്ത്രം എന്ന വിഷയത്തിൽപ്പെടുന്നത്. രീതിശാസ്ത്രത്തിൻ്റെ 5 ഘടകങ്ങൾ സിദ്ധാന്തം, പരികൽപ്പന, നിഗമന തീരുമാനം, പരീക്ഷണം, അനുമാനം എന്നിവയാണ്. അവയെ യഥാക്രമം TY, H, D, TI എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഒരു ശാസ്ത്ര നിയമം അഥവാ കാര്യകാരണ ബന്ധം, അനുമാനം ഉണ്ടാക്കുന്ന മെത്തേഡിനെ TY, H, D, TI സ്കീം എന്ന് വിശേഷിപ്പിക്കാം. മനസ്സിൻ്റെ ദർശനം, യുക്തി, ഇന്ദ്രിയാനുഭവ, തർക്കം. യുക്തിപരം, ഇന്ദ്രിയാനുഭവപരം എന്നിങ്ങനെ പ്രസ്താവനകളെ തരംതിരിക്കാൻ സാധിക്കും. അതിനാൽ കാര്യകാരണത്തെ രൂപീകരിക്കുന്ന TY, H, D, TI സ്കീം എന്ന പ്രക്രിയയിൽ TY, H, D ഘട്ടങ്ങളിലുള്ള വാക്യങ്ങളെ പൊതുവായി നിഗമന വാക്യങ്ങൾ, ഡിഡക്റ്റീവ് സെൻറ്റൻസസ് എന്ന് വിളിക്കുന്നു. അവ യുക്തിപരമായ പ്രസ്താവനകളാണ്. എന്നാൽ TI ഘട്ടങ്ങളിലേത് സാമാന്യവൽക്കരണ അനുമാന വാക്യങ്ങൾ, ഇൻഡക്റ്റീവ് ഇൻഫറൻസസ് ആണെന്നും അവ ഇന്ദ്രിയാനുഭവപരമാണെന്നും പറയാം. അതനുസരിച്ച് യുക്തി, ഇന്ദ്രിയാനുഭവം എന്നീ 2 വ്യത്യസ്ത ജ്ഞാനമാർഗങ്ങൾ ചേർന്നാണ് കാര്യകാരണ ബന്ധം അഥവാ ശാസ്ത്ര നിയമം ഉണ്ടാകുന്നത്. നമ്മുടെ ജ്ഞാനമനസ്സിന് നിഗമനം, അനുമാനം എന്നീ 2 രീതിയിലുള്ള പ്രക്രിയകൾ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു? ഈ പ്രക്രിയകൾ എപ്രകാരം ഒത്തുചേരുന്നു? ഈ ചോദ്യങ്ങൾ മനസ്സിൻ്റെ ദർശനം, അതായത് സോഴ്സ് എന്ന ജ്ഞാനസിദ്ധാന്ത ഭാഗത്ത് ഉൾപ്പെടുന്നതാണ്. ഇവിടെ ക്ലാസിക്കൽ ശാസ്ത്രത്തിൻ്റെ സന്ദർഭത്തിൽ നമ്മുടെ ജ്ഞാനമനസ്സിനെ സംബന്ധിച്ച് 2 വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നു. യുക്തിജ്ഞാനവാദം, റാഷണലിസം, ഇന്ദ്രിയാനുഭവവാദം, എംപിരിസിസം എന്നിവ. യുക്തിജ്ഞാനവാദത്തിൻ്റെ അവതാരകൻ ദക്കാർത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ തത്വചിന്തയിൽ നമ്മിലുള്ള ആത്മാവിൻ്റെ പ്രകടനമാണ് മനസ്സ്. കൂടാതെ ആത്മാവിൻ്റെ സ്വഭാവം യുക്തിചിന്ത നടത്തുക എന്നതാണ്. അങ്ങനെ തീർത്തും യുക്തിപരമായ ശാസ്ത്ര നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആണ് പറ്റിയ ഉദാഹരണം. കെപ്ലർ, ഐസക് ന്യൂട്ടൺ എന്നിവരുടെ ചലന നിയമങ്ങൾ ഈ രീതിയിൽ രൂപീകരിച്ചതാണ് എന്ന് യുക്തിജ്ഞാനവാദികൾ പറയുന്നു. ഇതിനെതിരായ ജ്ഞാനസിദ്ധാന്തമാണ് ഇന്ദ്രിയാനുഭവവാദം, എംപിരിസിസം. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഇന്ദ്രിയാനുഭവങ്ങൾ വഴി കിട്ടുന്ന വിവരങ്ങൾ, ഡേറ്റ ഉപയോഗിച്ച് ശാസ്ത്ര നിയമങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മുടെ മനസ്സിനെ ഭൗതികവാദപരമായി വ്യാഖ്യാനിക്കുന്നു. ഡേവിഡ് ഹ്യൂം എന്ന ദാർശനികനാണ് ഇന്ദ്രിയാനുഭവവാദികളിൽ പ്രമുഖൻ. മാനസിക വ്യാപാരങ്ങൾക്ക് പിന്നിൽ ന്യൂറോൺ നെറ്റ്വർക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന ഇന്ദ്രിയാനുഭവ തിയറിയിൽ മനസ്സിൻ്റെ സ്വയംബോധം, സൃഷ്ടിപരത, ലക്ഷ്യബോധം എന്നീ യുക്തിപരമായ സവിശേഷതകൾ അവഗണിക്കപ്പെടുന്നുണ്ട്. ജ്ഞാനമനസ്സിൻ്റെ, അതായത് കോഗ്നിറ്റീവ് മൈൻഡ് ഘടനയെ സംബന്ധിച്ച യുക്തി, ഇന്ദ്രിയാനുഭവ തർക്കം, റാഷണലിസം, എംപിരിസിസം കോൺഫ്ലിക്റ്റ് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. യുക്തിചിന്തയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഇന്ദ്രിയാനുഭവ ദർശനത്തിലെ മറ്റൊരു പ്രധാന സമസ്യയാണ് സാമാന്യവൽക്കരണത്തിൻ്റെ പ്രശ്നം, അതായത് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ. ഒരു പ്രത്യേക പരീക്ഷണ നിരീക്ഷണങ്ങൾ തരുന്നത് സാമ്പിൾ ഡാറ്റയാണ്. അതുമൂലം ഉണ്ടാക്കുന്ന ശാസ്ത്ര നിയമം ഭാവിയിൽ എക്കാലവും ശരിയായിരിക്കുമോ? ആ നിയമത്തിനെതിരായ തെളിവുകൾ ഭാവിയിൽ കിട്ടുകയില്ലേ? ഡേവിഡ് ഹ്യൂം ചോദിച്ചതുപോലെ നാളെ സൂര്യൻ ഉദിക്കുമെന്ന് ഉറപ്പുണ്ടോ? പ്രവചനങ്ങൾ നടത്താൻ ശാസ്ത്രജ്ഞർക്ക് കഴിവുണ്ടോ? ഈ വക ചോദ്യങ്ങൾ നമ്മെ കൊണ്ട് എത്തിക്കുന്നത്
കൂടുതൽ ആഴമുള്ള ചിന്തയും പഠനവും ആവശ്യപ്പെടുന്ന വിഷയത്തിലേക്കാണ്. വസ്തുക്കളുണ്ടോ, ഭൗതിക ലോകമുണ്ടോ എന്നിവയാണ് ഇവിടെ ഉയർന്നു വരുന്ന പ്രധാന സമസ്യകൾ. അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം. ഈ യൂട്യൂബ് വീഡിയോ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി.